الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും രഹസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അവന്റെ മുത്തഖീങ്ങളായ ഇഷ്ടദാസന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നതിനെ പടച്ചുണ്ടാക്കുന്നു, സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ച സൃഷ്ടികളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് ചില പ്രത്യേകതകൾ നൽകുന്നു, ശ്രേഷ്ഠത നൽകുന്നു. അള്ളാഹു തആല ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിച്ചുണ്ടാക്കും. വയഖ്താർ, അതിൽ നിന്ന് ചിലതിനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്യും. നമുക്കിന്ന് കാണുന്ന പലതിലും നമുക്കത് വ്യക്തമാണ്. അള്ളാഹു തആല പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ആ പ്രവാചകന്മാർ, അവരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ പ്രത്യേകത നാം നൽകി, ശ്രേഷ്ഠത നാം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം. ആദം സന്തതികളുടെ സയ്യിദാണ് ഞാൻ. അപ്പോ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകതയുണ്ട്. ഉലുൽ അസ്മിനെ അല്ലാഹു തആല പ്രത്യേകത നൽകി. നബിമാരിൽ റുസുലുകൾക്ക് പ്രത്യേകത നൽകി. ആഴ്ചയുടെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകി. മാസങ്ങളിൽ റമദാനിന് പ്രത്യേകത നൽകി. അങ്ങനെ പല രീതിയിൽ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നൽകുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. അള്ളാഹു ചെയ്യുന്നതിനെ പറ്റി ചോദ്യം ചെയ്യാൻ ആളില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അള്ളാഹുവിന്റെ ചെയ്തികളെ പറ്റി ചോദ്യം ചെയ്യാൻ ആരുമില്ല. എന്നാൽ അടിമകളാവട്ടെ, അവരുടെ ഓരോ പ്രവർത്തികളും ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ്. അത്തരത്തിൽ അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയ, പവിത്രത നൽകിയ മാസങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് 12 മാസങ്ങളാണ്. എപ്പം മുതൽ? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് 12 എണ്ണമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പ്രത്യേകതയുള്ള മാസങ്ങളാണ്, പവിത്രതയുള്ള മാസങ്ങളാണ്. ذَلِكَ الدِّينُ الْقَيِّمُ فَلَا تَظْلِمُوا فِيهِنَّ أَنفُسَكُمْ. ഇത് അല്ലാഹു തആല നമുക്ക് നേർമാർഗമായി പഠിപ്പിച്ചു തന്ന ഋജുവായ മതമാണ്, ദീനാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് തന്നെ ഈ 4 മാസങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്യരുത്, പാപങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ മലീമസമാക്കരുത്. സ്വന്തത്തോട് അതിക്രമം ചെയ്യുക, ഗുൽമ ചെയ്യുക, പാപങ്ങളും തെറ്റുകളും ചെയ്യാന്നുള്ളത് ഏത് സമയത്തും എന്തെന്നെയാണ്, നിഷിദ്ധാണ്. പക്ഷെ അല്ലാഹു തആല ഈ 4 മാസങ്ങൾക്ക് പ്രത്യേകമായി അല്ലാഹു തആല പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന. ആ 4 മാസങ്ങളിൽ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് ദുൽമിനെ ചെയ്യരുത്. കാരണം അല്ലാഹു തആല ഈ 4 മാസങ്ങൾക്ക് പ്രത്യേകത നൽകി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനതു 12 ശഹ്റ. ഒരു വർഷം 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 പവിത്രമായ മാസങ്ങളാണ്. ഏതൊക്കെയാണത്?
സലാസുൻ മുതവാലിയാത്ത്, മൂന്നെണ്ണം തുടർച്ചയായ മാസങ്ങളാണ്. ഏതൊക്കെ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇത് മൂന്നും തുടരെയുള്ള മാസങ്ങളാണ്. അതേപോലെ തന്നെ റജബ്, മുദർ ഗോത്രക്കാരിലേക്ക് ചേർത്തി പറയുന്ന റജബ് മാസവും, ബൈന ജുമാദ വ ശഅബാൻ, ജുമാദ സാനിയുടെയും ശഅബാന്റെയും ഇടയിലുള്ള റജബ് മാസവും. ഈ 4 മാസങ്ങളാണ് ഈ പവിത്രമായ മാസങ്ങൾ. അതിലുള്ള ദുൽഖഅദയിലെ അവസാന സമയത്താണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ദുൽഹിജ്ജ എന്ന പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖും ആയുസ്സും അമലു സ്വാലിഹാത്തോടു കൂടി മുന്നേറാനുള്ള തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 4 മാസങ്ങളിൽ പവിത്രമായ ഈ 4 മാസങ്ങളിൽ തന്നെ ഏറെ പവിത്രമായതാണ് ദുൽഹിജ്ജ. അതിൽ തന്നെ പ്രത്യേകമായി ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് പഠിപ്പിച്ചു. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റി ഒരുപാട് പഠിപ്പിച്ചു. അല്ലാഹു തആല ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തെ പറ്റി ഖുർആനിൽ പല ആവർത്തി സംസാരിച്ചു. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറഞ്ഞു, ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് ഉപകാരപ്രദമാകുന്ന, അഥവാ ഹജ്ജിന്റെ സന്ദർഭത്തിൽ, ഹജ്ജിനെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അഥവാ ഇബ്രാഹിമേ, നീ ഹജ്ജിന്റെ വിളയാളം നടത്തണം. അങ്ങനെ ആ വിളയാളം നടത്തുന്നതിലൂടെ ജനങ്ങൾ പല ദിക്കുകളിൽ നിന്ന് മക്കയിലേക്ക് ഒഴുകിയെത്തും. എന്തിനാണ് അവരെത്തുന്നത്? ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളെ അവർ കണ്ടറിയാൻ, അതിനവർ സാക്ഷികളാവാൻ. അതേപോലെ തന്നെ വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അവർ അല്ലാഹുവെ പറ്റി സ്മരിക്കാനും, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ പറ്റി സ്മരിക്കാൻ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പറഞ്ഞു, അൽ അയ്യാമുൽ മഅലൂമാത്ത്, ഈ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞ അയ്യാം മഅലൂമാത്ത് ഏതാണ്? അശ്റു ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ സത്യം ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഗൗരവമുള്ളതാണ്. അല്ലാഹു തആല ഖുർആനിൽ ഒരു കാര്യത്തെ സത്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ വസ്തുവിനെ, അല്ലെങ്കിൽ ആ സമയത്തിന്, അല്ലെങ്കിൽ ആ എന്തിനെ കൊണ്ടാണോ സത്യം ചെയ്യുന്നത് അതിന് ഗൗരവമുണ്ട്, പ്രത്യേകതയുണ്ട്, പവിത്രതയുണ്ട്. അത്തരത്തിൽ അല്ലാഹു തആല സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ച ഒന്നാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങൾ. ആ 10 ദിവസത്തെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഖുർആൻ പണ്ഡിതൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുറാദു ബിഹാ, ഈ വലയാലിൻ അശ്ർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അശ്റു ദിൽഹിജ്ജ, അത് ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. സലഫിലും ഖലഫിലും പെട്ട ഒരുപാട് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചത് അത് ദിൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ്. അല്ലാഹു തആല ഈ ദിവസങ്ങൾക്ക് പ്രത്യേകത നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ, ഒരു ദിവസങ്ങളും ഇല്ല. എങ്ങനെ? അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്, ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു. ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരം. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരവും ഇഷ്ടവുമായ വേറെ ഒന്നുമില്ല. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അത്ര പ്രതിഫലമുള്ളതാവൂലേ? അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ളതാവൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാവൂല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈ, ഒരാൾ അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും എല്ലാം എടുത്തിട്ട് എന്തായി? യുദ്ധത്തിന് പോയി, ആ ജിഹാദിൽ ഷഹീദായി, ഒന്നും തിരിച്ചു കൊണ്ടുവന്നില്ല. അങ്ങനെയുള്ള ഒരാൾ ഇതിൽ നിന്നും ഒഴിവാണ്. അയാൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മാർഗത്തിലാണ്, അയാൾ ഇതിനേക്കാൾ പവിത്രതയുള്ള കാര്യത്തിലാണ്. പക്ഷെ അതിന് താഴെയുള്ള ഏത് കർമ്മങ്ങളെക്കാളും പവിത്രവും ശ്രേഷ്ഠവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അഥവാ 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ കർമ്മങ്ങളാണ്
അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. നമ്മൾ നമ്മുടെ സമയത്തെ തിട്ടപ്പെടുത്തണം. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുന്നത് പോലെ ഈ ഒരു 10 ദിവസങ്ങളിലേക്ക് കയറുമ്പോൾ നമ്മൾ തയ്യാറെടുക്കണം. അള്ളാഹു തആല അടിമകളോട് സ്നേഹം കാണിക്കുകയാണ്. അള്ളാഹു തആല അവന്റെ കരുണ അടിമകളോട് കാണിക്കുകയാണ്. എങ്ങനെ? അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. റമദാനിൽ ഒരു മാസം അള്ളാഹു തആല നമുക്ക് അവസരം നൽകി നന്മകൾ ചെയ്ത് മുന്നേറാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, തൗബ ചെയ്ത് മടങ്ങാൻ, തെറ്റ് ശീലമായി പോയ തെറ്റുകൾ മാറ്റാൻ, പാപങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന അടിമ അതൊക്കെ ആ കറകളൊക്കെ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ അള്ളാഹു തആല ഒരു മാസം മുഴുവൻ തന്നു. നമ്മൾ ഒരുപാട് ആൾക്കാർ തയ്യാറായി, ഒരുപാട് ആൾക്കാർ പാപങ്ങൾ ഒഴിവാക്കി, തിന്മകൾ ഒഴിവാക്കി, ശീലങ്ങളൊക്കെ മാറ്റി, ഖുർആൻ പാരായണം തുടങ്ങി, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ തുടങ്ങി. അങ്ങനെ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ പെരുന്നാൾ കഴിഞ്ഞു. ശവ്വാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പതുക്കെ നമ്മുടെ ഈമാനിന്റെ ചാർജ് കുറഞ്ഞു വരാൻ തുടങ്ങി. റമദാൻ ഓതിയത്ര ഖുർആൻ ഇപ്പൊ നമുക്ക് ഓതാൻ സാധിക്കുന്നില്ല. റമദാനിൽ നിസ്കാരത്തിൽ കാണിച്ച കണിശത പുലർത്താൻ ഇപ്പൊ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അള്ളാഹു തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. റമദാനിൽ ശീലിച്ച ഖിയാമുൽ ലൈൽ പലപ്പോഴും നിർവഹിക്കാൻ നമുക്ക് സാധിക്കാതെ പോയി. അപ്പൊ അള്ളാഹു തആല രണ്ടാമതൊരു അവസരം കൂടെ, അള്ളാഹു അടിമകളോട് കാണിക്കുന്ന സ്നേഹം, അടിമകൾ മടങ്ങി വരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മരുഭൂമിയിൽ തന്റെ പാതയെ മടങ്ങുന്ന ഒട്ടകം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇനി ഒന്നുമില്ല, മുന്നിൽ മരണം മാത്രം കണ്ടുകൊണ്ട് കിടക്കുന്ന, എനിക്ക് മരണേ ബാക്കിയുള്ളൂ എന്ന് കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒരു പ്രതീക്ഷയുമില്ല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് എണീറ്റപ്പോ അടുത്തതാ തന്റെ മൃഗം, തന്റെ ഒട്ടകം വന്നു നിൽക്കുന്നു. അയാളുടെ ഭക്ഷണം കൂടെ എത്തി, അയാളുടെ പാനീയം കൂടെ എത്തി, അയാൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യവുമായി. ആ പെട്ടെന്നുള്ള സന്തോഷത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബാണ്. കാരണം അള്ളാഹു അങ്ങനെ സഹായിച്ചു കണ്ടപ്പോ പെട്ടെന്നുള്ള സന്തോഷത്തിൽ അയാൾ അങ്ങനെ പറഞ്ഞുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലുതാണ് ഒരു അടിമ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. അള്ളാഹു സന്തോഷിക്കും എപ്പോ? അടിമ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നു. അള്ളാഹു തആല ഇപ്രകാരം പറയും, എന്റെ അടിമ എന്റെ അടുത്തേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം ഞാൻ അവനിലേക്ക് അടുക്കും. എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ എൻ്റെ അടിമയിലേക്ക് ഒരു മുഴമെടുക്കും. എൻ്റെ അടിമ ഒരു മുഴമാണ് എന്നോട് അടുക്കുന്നത് എങ്കിൽ അവനിലേക്ക് ഞാൻ ഒരു ബാഗ് അടുക്കും. ഒരു ബാഗ് എന്ന് വെച്ചാൽ 2 കൈകൾ ഇങ്ങനെ നീട്ടി വെച്ചാൽ എത്രയാണോ ദൂരം ഉണ്ടാകുന്നത് അത്ര. ശേഷം അല്ലാഹു തആല പറഞ്ഞു, ലൈൻ അതാനി മാഷിയൻ, എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, ഞാൻ ധൃതിയിൽ അവന്റെ അടുക്കിലേക്ക് ഓടിപ്പോകും. അല്ലാഹു തആല അടിമയ്ക്ക് ഇങ്ങനെ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാനിൽ തുടങ്ങിയത് പൂർത്തിയാക്കി ചെയ്യാൻ പറ്റിയില്ലേ? റമദാനിൽ തീരുമാനിച്ച തീരുമാനങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയില്ലേ? ഇത് അടുത്തൊരു അവസരം കൂടെ ഞാൻ തരുന്നു. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നിങ്ങൾക്ക് അതിനുള്ളതാണ്, ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചു. 3 രീതിയിൽ ഈ 10 ദിവസങ്ങൾ പവിത്രതയുള്ളതാണ്. ഒന്നാമത്തേത്, ഈ 10 ദിവസങ്ങൾ നേരത്തെ പറഞ്ഞ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട മാസത്തിലാണുള്ളത്, അഥവാ ദുൽഹിജ്ജ മാസത്തിലാണ്. രണ്ടാമത്തേത്, ഈ 10 ദിവസങ്ങൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന അമലുകളിലേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അമലില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. മൂന്നാമത്തേത്, ഇബാദാത്തുകളിൽ മിക്കതും അധിക ഇബാദത്തുകളും ഒരുമിച്ച് കൂടുന്ന ഈ 10 ദിവസങ്ങൾ പോലുള്ള വേറെ ദിവസം ഇല്ല. എങ്ങനെ? നിസ്കാരം ഈ 10 ദിവസത്തിലുണ്ട്, നോമ്പ് ഈ 10 ദിവസത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഹജ്ജ്, സദക്ക, അങ്ങനത്തെ ദാനധർമ്മങ്ങൾ ഈ 10 ദിവസത്തിലുണ്ട്. ഹജ്ജ് എന്ന ഇസ്ലാമിന്റെ 5ാമത്തെ കാര്യമായ ഹജ്ജ്, ആ റുക്നിൽപ്പെട്ട ഹജ്ജ് ഈ ദിവസത്തിൽ മാത്രമേ വരുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഒരുപാട് പാപമോചനം നൽകുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന യൗമു അറഫ ഈ 10 ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു അയ്യാമി ദുനിയ, അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞ യൗമുൻ നഹർ, ദുൽഹിജ്ജ 10, അത് ഈ 10 ദിവസത്തിലാണ്. അങ്ങനെ പവിത്രമായ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10. അതുകൊണ്ട് തന്നെ ആ 10ലേക്ക് കടക്കുന്ന നമ്മൾ
നമ്മുടെ സ്വന്തത്തോട് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. നമ്മുടെ സ്വന്തത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം ഈ 10 ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു, അതിൽ ചെയ്യുന്ന അമലു സ്വാലിഹുകൾ. ആദ്യമായി നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വാലിഹാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു അമലു സ്വാലിഹാവാൻ നമ്മൾ മുമ്പൊക്കെ പഠിച്ചതുപോലെ 2 നിബന്ധനകൾ നിർബന്ധമാണ്. 2 നിബന്ധനകൾ നിർബന്ധമാണ്. ഈ നിബന്ധനകൾ ഇല്ലാതെ ഒരു അമൽ സ്വാലിഹാവൂല, ഒരു അമൽ അള്ളാഹുവിലേക്ക് എത്തൂല, ഒരു അമൽ അള്ളാഹുവിന് ഒരിക്കലും സ്വീകാര്യമാവൂല. ഒന്ന്, അത് ഇഖ്ലാസോട് കൂടിയുള്ളതാവണം, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതാവണം. 2, മുതാബഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ആവണം. ഈ 2 നിബന്ധനകൾ പാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. അത് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യം. അല്ലാഹു തആല പറഞ്ഞു, വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാ, അല്ലാഹു തആല പവിത്രമാക്കിയ കാര്യങ്ങളെ ആരാണോ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അത് അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഖൈറാണ്, ഒരുപാട് നന്മകൾ ലഭിക്കുന്ന കാര്യമാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞു, വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, അള്ളാഹു പവിത്രമാക്കി അള്ളാഹുവിന്റെ അടയാളമാക്കി വെച്ച കാര്യങ്ങളെ ആരാണോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അത് അടിമയുടെ ഹൃദയത്തിലുള്ള തഖ്വയുടെ ഭാഗമാണത്. അങ്ങനെ അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അതിന്റെ പവിത്രതക്ക് കളങ്കം വരുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്മകൾക്ക് പ്രതിഫലങ്ങൾ ഇരട്ടിക്കിരട്ടിയായി ലഭിക്കുന്നത് പോലെ ആ സമയങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമേറെയാണ്. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നേരത്തെ പറഞ്ഞ ആയത്തിൽ ഈ 4 മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന ദുൽമ ഫീ അശ്ഹുരിൽ ഹുറും, പവിത്രമായ ഈ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾ അഅ്ദമു ഖതീഅതൻ വവിസ്റാ, അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവമേറിയ തെറ്റാണ്, കൂടുതൽ ഗൗരവമേറിയ തിന്മയാണ്. മിന ദുൽമി ഫീമാ സിവാഹ, മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലാണ്. കാരണം അള്ളാഹു പവിത്രത നൽകിയ ആ പവിത്രതയെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണത്. അള്ളാഹു സ്ഥാനം നൽകിയ, അഥവാ അള്ളാഹു ഒരു കാര്യത്തിന് പവിത്രതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു, അടിമ അതിന് പവിത്രത നൽകാതിരിക്കുന്നു, അള്ളാഹു നൽകിയ സ്ഥാനം അതിന് നൽകാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ ഗൗരവമാണ് ഈ മാസത്തിലുള്ള തെറ്റുകൾ എന്ന് ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് പഠിപ്പിക്കുകയുണ്ടായി. ഖതാദ താബിഈ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേക ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കണം. കൃത്യമായ പ്ലാനോട് കൂടിയുള്ള കർമ്മങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തേതായി നമ്മുടെ ഫർളുകളിൽ വീഴ്ച വരാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹു തആല ഇപ്രകാരം പറയുന്നു, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഫ്ളല മിമ്മ ഇഫ്തറൽതുഹു അലൈഹി, ഞാൻ ഒരു അടിമക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഒരു അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല. അഥവാ അടിമക്ക് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അള്ളാഹു തആല നിർബന്ധമായി പഠിപ്പിച്ച കാര്യങ്ങൾ അത് വളരെ കൃത്യമായി ചെയ്യുക. ചില ആളുകൾ അവർ സുന്നത്തായ കർമ്മങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര ജാഗ്രത ഉണ്ടാവും, ഫർദുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. പ്രത്യേകിച്ചും റമദാൻ മാസത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക തരം സ്വഭാവമാണ്. ചില ആളുകൾ തറാവീഹ് നിസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തിനു കൊടുക്കൂല? ഇശാ നിസ്കാരത്തിന് കൊടുക്കൂല. ചിലപ്പോൾ ഇശായിന് വൈകിട്ടായിരിക്കും എത്തുക, പക്ഷെ തറാവീഹ് ഭയങ്കര ശ്രദ്ധയായിരിക്കും. ഖിയാമുൽ ലൈൽ വരെ ചിലപ്പോൾ പള്ളിയിലെത്തുന്നുണ്ടാവും, ഇശായിന് പള്ളിയിലെത്താൻ സാധിക്കാത്ത അവസ്ഥ, മഗ്രിബിന് പള്ളിയിലെത്താൻ സാധിക്കാത്ത അവസ്ഥ, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് ഫജറിന് പള്ളിയിലെത്താൻ സാധിക്കാത്ത അവസ്ഥ. അത്തരത്തിൽ ഫർദുകളിൽ വീഴ്ച വരിക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ശിക്ഷ. കാരണം അള്ളാഹു തആല നിർബന്ധമാക്കിയത് അതാണ്. നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതെ ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് വൃഥാവിലാണ്. അവന്റെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതെ പാപിയായ ഒരു മനുഷ്യനാണ് പിന്നെ ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അടിമ ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അള്ളാഹു തആല ഫർളാക്കിയ കാര്യങ്ങൾ. നമ്മുടെ ഈ 10 ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന അങ്ങോട്ട് ഫർദായ കാര്യങ്ങൾ ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. അഥവാ
ജമാഅത്ത് നിസ്കാരം പള്ളിയിലെത്തി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. 5 നേരത്തെ നിസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഈ ദിവസങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതാണ് ഒരു അടിമയുടെ ഹൃദയത്തിലുള്ള തഖ്വയുടെ ഭാഗം. അള്ളാഹു സ്ഥാനം നൽകിയതിന് സ്ഥാനം നൽകുന്നു എങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ ഫർളായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തത്വആയ നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് മുഅക്കദായ സുന്നത്തായ നിസ്കാരങ്ങൾ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത്, ദുഹറിന് മുമ്പും ശേഷമുള്ള 2 റക്അത്ത്, മഗ്രിബിന് ശേഷവും ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത്, വളരെ റവാത്തിബുകളിൽ ഏറ്റവും മുഅക്കദായ സുന്നത്തുകൾ. അതുപോലെ നിസ്കാരത്തിന് മുമ്പും പിമ്പുമുള്ള സുന്നത്തുകൾ, അത് വളരെ കർശനമായി ശ്രദ്ധിക്കാൻ നാം തയ്യാറാവണം. അല്ലാഹു തആല നാളെ ഹിസാബിന് നിസ്കാരം എടുക്കുന്ന സമയം നിസ്കാരത്തിൽ കോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, ഹൽ ലിഅബ്ദി മിൻ തതവ്വു, എന്റെ അടിമക്ക് തതവ്വു നിസ്കാരം ഉണ്ടോ എന്ന് നോക്കാൻ പറയും. തതവ്വു എന്ന് വെച്ചാൽ സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫർദുകൾ വന്നുപോയ വീഴ്ചകളെ അള്ളാഹു തആല അതുകൊണ്ട് ഫില്ല് ചെയ്ത് മാറ്റിക്കളയും. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരക്ക് എത്ര തന്നെ ആയാലും, ജോലി തിരക്ക്, ക്ഷീണം എന്തൊക്കെ ഉണ്ടെങ്കിലും ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ വളരെ കണിശമായി പാലിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ, വളരെ ശ്രേഷ്ഠമായ ഇബാദത്തുകൾ ഒന്നാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്. ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു അമല് പറഞ്ഞു തരണം. ആ അമലിനെ ഞാൻ മുറുകെ പിടിക്കും, ആ അമൽ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിക്കൂ, ഫഇന്നഹു ലാ ഇദ്ല ലഹു, ആ നോമ്പിന് സമാനമായ വേറൊരു ഇബാദത്തും ഇല്ല. നോമ്പിന് സമാനമായ കാരണം നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോട് കൂടി ചെയ്യാൻ പറ്റുന്ന അമലിൽ ഏറ്റവും നല്ല അമല് നോമ്പാണ്. ആരും അറിയില്ല. നോമ്പെടുക്കുന്ന ആൾ റബ്ബും മാത്രം അറിയുന്ന ഇബാദത്ത് നോമ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി അൻ വജ്ഹിഹി النار 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തിൽ നിന്നും അള്ളാഹു നരകത്തെ അകറ്റുന്നതാണ്. ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഒരു ദിവസത്തെ നോമ്പിന് അള്ളാഹു അടിമക്ക് നൽകുന്നത് 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തിൽ നിന്നും അള്ളാഹു നരകത്തെ അകറ്റിക്കളയും. അങ്ങനെ 10 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാർ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിൽ തന്നെ ഏറ്റവും പവിത്രമായ നോമ്പ് അറഫ ദിവസത്തിലെ നോമ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വസുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക യൗമി അറഫ ഫഖാൽ യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു നൽകുന്നതാണ്. പാപങ്ങൾ ഒരുപാട് ചെയ്തു പോകുന്ന, അറിഞ്ഞും അറിയാതെ രഹസ്യത്തിലും പരസ്യത്തിലൊക്കെ തെറ്റുകൾ വന്നു പോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസരങ്ങൾ, അള്ളാഹു നൽകുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കിക്കൂടാ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശരിയായ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ അടുക്കൽ ഇത്തരത്തിലുള്ള മവാസിമുൽ ഖൈറാത്ത്, ഖൈറിന്റെ സമയങ്ങളിൽ, സീസണുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ് നമ്മുടെ പാപങ്ങൾ എന്നുള്ളത്. നമ്മുടെ പാപങ്ങൾ മവാസിമുൽ ഖൈറാത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തടയും. അതുകൊണ്ട് അത്തരത്തിലുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യണം. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, നസൂഹായ തൗബ നിങ്ങൾ ചെയ്യണം. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ വേഗത്തിൽ ഓടിയടുക്കൂ. അങ്ങനെ പല രീതിയിൽ അള്ളാഹു തആല അടിമയെ അവന്റെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ, ഇത്തരത്തിൽ തൗബ ചെയ്ത് മടങ്ങാൻ, ഖൈറാത്തുകളുടെ സീസണുകളെ ഉപയോഗപ്പെടുത്താൻ, അതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അവന്റെ മുഖറബീങ്ങൾ ഉൾപ്പെടാൻ അള്ളാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ ചെയ്ത്, തിന്മകൾ ചെയ്ത് സ്വന്തം ജീവിതത്തെയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തടയുന്ന അവസ്ഥയിലേക്ക് സ്വന്തത്തെ മാറ്റുന്ന അത്തരത്തിലുള്ള നഷ്ടവാളികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. പാപക്കറകൾ മായ്ച്ചു കളഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാനും ഇനിയുള്ള ജീവിതം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ദിവസമാക്കി തീർത്ത് ഏത് സമയത്ത് മരണപ്പെട്ടാലും പ്രകാശിക്കുന്ന ഈമാനോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ ഏവരെയും എത്തിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.